എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. പുതിയൊരു കോളേജിലെത്തി പുതിയൊരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുവാണ്. അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. പുതിയ കോളേജ്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ക്ലാസ് റൂം എല്ലാം കണ്ട് എല്ലാവർക്കും ടെൻഷനാകും. സ്വാഭാവികമായിട്ടും ഞാനും കോളേജിൽ ചെന്നപ്പോൾ ഞാനും ഭയങ്കര ടെൻസ്ഡായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ കോളേജിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ പോയി നിന്ന് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ പോയി നിന്നത് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അതിൻ്റേതായ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ഒരു 5-6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനോട് അഡ്ജസ്റ്റഡ് ആയിക്കോളും. നിങ്ങളുടെ ടെൻഷനും പേടിയും കാര്യങ്ങളെല്ലാം പോയിക്കോളും. അപ്പോൾ പല കുട്ടികളും വളരെ ആഗ്രഹത്തോടു കൂടി വളരെ താല്പര്യത്തോടു കൂടി BSc നഴ്സിംഗ് എന്ന കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കാൻ വന്നവരാണ്. എന്നാൽ ചില കുട്ടികൾ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ വേറെ ചിലർ എൻ്റെ ഫ്രണ്ട്സൊക്കെ BSc നഴ്സിംഗ് എന്ന കോഴ്സ് എടുത്താണ് പഠിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടികളും ഉണ്ട്. വേറെ ചിലർ പറഞ്ഞു നമുക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു കോഴ്സാണ്, അബ്രോഡ് പോയി സെറ്റിൽ ആകാൻ പറ്റും, നല്ല സാലറിയോടുകൂടി അവിടെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തോടൊക്കെ കൂടി നേഴ്സിംഗ് ചൂസ് ചെയ്ത കുട്ടികളും ഉണ്ട്. അപ്പോൾ കാരണങ്ങൾ എന്താണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ്. പല കുട്ടികളും ചോദിച്ചു BSc നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമായിട്ടൊരു കോഴ്സാണോ, നമ്മൾ +2 വരെ പഠിച്ചതുപോലെയാണോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ +2 വരെ പഠിച്ച പോലെയല്ല BSc നഴ്സിംഗ് എന്നൊരു കോഴ്സ് പഠിക്കുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ ആട്ടോ നമ്മളിവിടെ പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പഠിച്ച് പാസ്സാകാനായിട്ട് പറ്റും. എന്നെക്കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും. കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് കെയർ പ്ലാൻ എഴുതേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത് എനിക്ക് അപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ചെന്ന കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പതുക്കെ നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് എല്ലാം എഴുതാനും പഠിക്കാനൊക്കെ നിങ്ങൾ ഓക്കെ ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്കറിയാം, ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഓരോ ഇയർലി ആയിരുന്നു എക്സാം വരുന്നത്. 4 വർഷത്തെ ഒരു കോഴ്സാണിത്. അപ്പോൾ ഓരോ വർഷമായിരുന്നു ഞങ്ങൾക്ക് എക്സാം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അപ്പോൾ 6 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ എക്സാം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലുണ്ട്, വൈവയുണ്ട്, ഇൻറ്റേർണൽ എക്സാമുകളുണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, പ്രസൻറ്റേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തോരം കാര്യങ്ങൾ നമുക്ക് ഈ 6 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്നുള്ളത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ എക്സാം വരും. ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ 6 സബ്ജക്റ്റുകളാണ് വരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാം അല്ല, കോളേജുകാർ തന്നെ നടത്തുന്ന എക്സാമാണ്. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പാസ്സാകും. പിന്നെ വരുന്ന അനാട്ടമി, ഫിസിയോളജി, ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും എക്സാം വരിക. അതുപോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജി ഒരുമിച്ചായിരിക്കും എക്സാം വരുന്നത്. പിന്നെ വരുന്ന സബ്ജക്റ്റ് നഴ്സിംഗ് ഫൗണ്ടേഷനാണ്. നഴ്സിംഗ് ഫൗണ്ടേഷൻ എക്സാം വരുന്നത് സെക്കൻഡ് സെമസ്റ്ററിലാണ്. പ്രാക്ടിക്കൽ എക്സാമും സെക്കൻഡ് സെമസ്റ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരുന്നത് അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളെ ഇപ്പോൾ അനാട്ടമിയൊക്കെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പല കുട്ടികളും പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ, ആ ടെക്സ്റ്റ് കണ്ടപ്പോൾ തന്നെ പേടിയായിപ്പോയി. എങ്ങനെ പഠിക്കും, ഇതെങ്ങനെ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പല കുട്ടികൾക്കും ടെൻഷനായിരിക്കും. മിക്ക കുട്ടികളും മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് ചെന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അതിൻ്റേതായ ടെൻഷൻ ഉണ്ടായിരിക്കും. എല്ലാ കോളേജുകളിലും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ചില കോളേജുകളിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്കിനി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെയുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിക്കും, ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിൽ ലൈബ്രറി ഉണ്ടായിരിക്കും, അവിടെ പോയി നിങ്ങൾക്ക് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കാനൊക്കെ സാധിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളെ അനാട്ടമി എന്ന സബ്ജക്റ്റ് പഠിപ്പിച്ച് തുടങ്ങിയെങ്കിൽ ഏത് ചാപ്റ്ററാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടേതായ രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചപ്പോൾ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് നമുക്ക് പഠിച്ച് തീർക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇവിടെ അത് സാധിക്കത്തേ ഇല്ല. നമുക്ക് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട് എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് തന്നെ ഇപ്പോൾ 2-3 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ അനാട്ടമി എന്ന സബ്ജക്റ്റ് 2 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങി നോട്ട്സ് എഴുതുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് നോട്ട്സ് തരുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോട്ട്സ് തരുവാണെന്നുണ്ടെങ്കിൽ ഒരു മിസ് തരുന്ന നോട്ട്സ് ഫ്രണ്ട് സൈഡിൽ നിന്നും ഒരു മിസ്സിൻ്റെ നോട്ട്സ് ബാക്ക് സൈഡിൽ നിന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 2 പേരും പഠിപ്പിക്കുന്നത് കൂട്ടിക്കലർത്തി എഴുതാതിരിക്കുക. കാരണം നമുക്ക് എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഏത് ടീച്ചർ പഠിപ്പിച്ചതാണോ ഏത് ചാപ്റ്റർ ആണെന്നോ ഒക്കെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരു മിസ് പഠിപ്പിക്കുന്ന ഫ്രണ്ട് സൈഡിൽ നിന്നും മറ്റേ മിസ് പഠിപ്പിക്കുന്ന ബാക്ക് സൈഡിൽ നിന്നും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ സെമിസ്റ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് സെമിസ്റ്ററിൽ പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് കൊണ്ടുപോയിരിക്കും, നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രൊസീജിയേഴ്സ് ചെയ്യിപ്പിക്കുമോ എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കോളേജിൻ്റെ തന്നെ ഹോസ്പിറ്റലുകളിൽ നിങ്ങളെ പോസ്റ്റിങ്ങിന് വിടും. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട് ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട് ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഔട്ട് ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ പഠിച്ചത് എവിടെയാണെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. ഞാൻ പഠിച്ചത് എറണാകുളം ജില്ലയിലെ സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് ധർമ്മഗിരി ആ കോളേജിലാണ് ഞാൻ പഠിച്ചത്. 2013 ഞാൻ അഡ്മിഷൻ എടുത്തത്. 2017 ഞാൻ പാസ് ഔട്ടായി. സത്യം പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് അവിടെ അഡ്മിഷൻ എടുത്തത്. സിസ്റ്റേഴ്സിൻ്റെ കോളേജായിരുന്നു, നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു കോളേജ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ടാട്ടോ പഠിച്ച് പാസ്സാകാൻ പറ്റിയത് തന്നെ. അപ്പോൾ പലരും ചോദിച്ചു ചേച്ചി കോളേജ് സ്ട്രിക്റ്റ് ആണോ, നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോളേജ് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അത്രയെങ്കിലും പഠിച്ച് പാസ്സാകാനായിട്ട് പറ്റിയത്. അപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ പഠിക്കണം, എങ്ങനെ കെയർ പ്ലാൻ എഴുതണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. തേർഡ് ഇയറൊക്കെ ആയപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യമെങ്കിലും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ കെയർ പ്ലാൻ എഴുതണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഐഡിയ കിട്ടിയത്. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന കുട്ടികളെ നിങ്ങളിപ്പം ചെന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പതിയെ എല്ലാം അഡ്ജസ്റ്റഡ് ആയിക്കോളും. അപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ വാർഡുകളിലും പോസ്റ്റിംഗ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഏതാണോ, ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. അതായത് ബെഡ് മേക്കിങ്, അതുപോലെ തന്നെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുക, പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. അഡ്മിഷൻ എടുക്കുക, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓരോ വാർഡുകളിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് തരും. 5-6 കുട്ടികളായിരിക്കും ഒരു വാർഡിലുണ്ടായിരിക്കുക. ഓരോ ടീച്ചേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചറിൻ്റെ നേതൃത്വത്തിലായിരിക്കും നിങ്ങൾ ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ തന്നെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരിക. അപ്പോൾ ഓരോ ഇയറിലും അത് നമുക്ക് ഓരോ വാർഡുകളിൽ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് ഏതൊക്കെ പ്രൊസീജിയേഴ്സാണോ ചെയ്തു തീർക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് വാർഡുകളിൽ ലഭിക്കുക. അപ്പോൾ നമുക്ക് ആ വാർഡിൽ നിന്ന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു തീർക്കാൻ പറ്റുമോ ആ പ്രൊസീജിയേഴ്സൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു പ്രൊസീജിയർ ബുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രൊസീജിയർ ബുക്കിൻ്റെ അത് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്നുണ്ടായിരിക്കും. ആ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഹോസ്റ്റൽ ലൈഫ്, ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കണം എന്ന് അത് ഓരോ കോളേജിനെ അനുസരിച്ചിരിക്കും കേട്ടോ. ചില കോളേജുകളിൽ നിർബന്ധമായിട്ടും ഹോസ്റ്റലുകളിൽ നിൽക്കണമെന്ന് പറയാറുണ്ട്. ചില കോളേജുകളിൽ പറയും ഇത്ര ദൂരത്തിനുള്ളിൽ വീടുകളുള്ളവർക്ക് നിങ്ങൾക്ക് വീടുകളിൽ പോയി വരുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുന്ന കോളേജുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി കോളേജിൽ ഹോസ്റ്റലിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിച്ച് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരോട് തന്നെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ പോയി വരണം, നിങ്ങൾക്ക് കോളേജുകാർ അതിന് എതിർപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി വരുന്ന കുട്ടികളും ധാരാളം ഉണ്ടായിരിക്കും. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഹോസ്റ്റലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനും കുറച്ച് സമയം എടുക്കും. കാരണം പല ബിഹേവിയർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഒരു റൂമിൽ തന്നെ 3-4 കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുക. പല ആറ്റിറ്റ്യൂഡായിരിക്കും ഓരോ കുട്ടികളുടെ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനും നമുക്ക് കുറച്ച് സമയം എടുക്കും. മാത്രമല്ല നമ്മുടെ വീടുകളിൽ നിന്ന് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ വീട്ടുകാരെ പിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് ഏകദേശം ഒരു 4-5 മാസമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളെ അനുസരിച്ചിരിക്കും വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ സബ്ജക്റ്റുകളും പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം അന്ന് തന്നെ പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല, എന്നാലും നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും വൈവയും ഇൻറ്റേർണൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് നേഴ്സിംഗ് കെയർ പ്ലാൻ എഴുതേണ്ടത് എന്നുള്ളത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒത്തിരി യൂട്യൂബേഴ്സ് എങ്ങനെയാണ് നേഴ്സിംഗ് കെയർ പ്ലാൻ എഴുതേണ്ടത് എക്സാമ്പിൾ സഹിതം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ അതൊക്കെ നിങ്ങൾക്ക് മൊബൈലിലൊക്കെ ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ പോയ സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയത്തില്ലാതെയാണ് ഞങ്ങളത് അഡ്മിഷൻ എടുത്ത് ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കാം. ഒത്തിരി ആൾക്കാർ അതിൻ്റെ എക്സാമ്പിൾ സഹിതം നഴ്സിംഗ് കെയർ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കെയർ പ്ലാനുകൾ എഴുതാനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ നഴ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ളത് ഇഞ്ചക്ഷൻ എടുക്കുക, മെഡിസിൻ കൊടുക്കുക മാത്രമല്ല, അതിനപ്പുറം നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. ഓരോ ഇയറിലും വ്യത്യസ്തമായിട്ട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സബ്ജക്റ്റുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എന്നെക്കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഞാനും മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടിയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ച് എന്നെക്കൊണ്ട് ഇത് പഠിച്ച് പാസ്സാകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ 4 ഇയർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനോട് കൂടെയൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. പ്രാക്ടിക്കലിന് പോയപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഹിസ്റ്ററി കളക്ട് ചെയ്തപ്പോഴും ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ടീച്ചേഴ്സ് വന്ന് നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട്, ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അവർ നോക്കുമ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി മാറും. നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന് എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ പിന്നെ ഒരു ബാച്ചിൽ ഏകദേശം 60 കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ കുട്ടികളും തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സായ കുട്ടികളായിരിക്കും. അതിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും ആവറേജ് മാർക്കോട് കൂടി നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള കുട്ടികളെയും കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളും കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും കൂടെ നിങ്ങൾ കൂടെ കൂട്ടണം, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഞാനും ഇതേ ഒരു ഫീലിങ്സിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ഭയങ്കര ടെൻഷൻ അടിച്ച് ഒക്കെയാണ് ഞാനും 4 വർഷം കംപ്ലീറ്റ് ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിയത്തില്ലാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ കൂടെ കൂട്ടി അവരെയും കൂടെ നിങ്ങൾ മാക്സിമം ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്